ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 5, 6 വാക്യങ്ങൾ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. ഒരു വിവാഹ വിരുന്നിന് രാജാവ് തൻ്റെ പുത്രൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ ആ വിവാഹ ഭക്ഷണത്തിൻ്റെ സമയത്തിലേക്ക് വിളിച്ചപ്പോൾ അവരത് ഗൗനിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് പോയി എന്ന് മാത്രമല്ല, അത് ക്ഷണിച്ച രാജാവിനോട് ഈ ഭൃത്യന്മാരെ അപമാനിച്ചതിലൂടെ വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. എന്താവാം അതിൻ്റെ കാരണം? വിരുന്നിന് ക്ഷണിച്ച രാജാവിനെയും രാജാവിൻ്റെ പുത്രനെയും വിളിക്കപ്പെട്ടിരിക്കുന്ന വിരുന്നിൻ്റെ പ്രാധാന്യത്തെയും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ മര്യാദയില്ലാതെ, മാന്യതയില്ലാതെ അവർ പെരുമാറുന്നത്. ഇതിനേക്കാൾ പ്രധാനമായി അവർ കരുതുന്നത് വയലും വ്യാപാരവും ഒക്കെയാണ്. പക്ഷെ ഇവർ വലിയ അബദ്ധമാണ് കാണിക്കുന്നത്. അവരുടെ രാജാവാണ് അവരെ വിരുന്നിന് വിളിച്ചത്. രാജാവ് പ്രജകളുടെ മേൽ, അവരുടെ ജീവന് മേൽ അധികാരമുള്ള ആളാണ്. ആ കാര്യം മറന്ന് ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ഷണം നിരസിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും എടുക്കാൻ കഴിവുണ്ട് എന്ന ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വരാതെ രാജാവിൻ്റെ ക്ഷണത്തെ നിർദാക്ഷിണ്യം ഒഴിവാക്കി അവരവരുടെ മനസ്സിലെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. ചിലർ വയലിലേക്കും ചിലർ വ്യാപാരത്തിലേക്കും പോയി എന്ന് തിരുവചനം പറയുന്നു. ചിലർ അതിനേക്കാൾ ചിന്താശൂന്യമായി പെരുമാറുന്നു. രാജാവിൻ്റെ പ്രതിനിധികളോട് മോശമായി പെരുമാറുന്നു, അവരെ വധിക്കുക വരെ ചെയ്യുന്നു. ഈ വിരുന്നിലെ പങ്കുചേരൽ രാജാവിൻ്റെ ഹൃദയത്തിലേക്ക്, സ്നേഹത്തിലേക്കുള്ള ഒരു താക്കോലായിരുന്നു. ഒരു വലിയ വീട് തുറന്ന് കയറാൻ ഒരു താക്കോൽ ആവശ്യമാണ്. ഈ രാജാവിൻ്റെ പ്രീതി സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല താക്കോലായിരുന്നു ആ വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം ചെല്ലുക എന്നുള്ളത്. പക്ഷെ അവരുടെ വിവേകശൂന്യമായ പെരുമാറ്റം വഴി നഷ്ടപ്പെടുത്തുന്നു. ഈശോ പറഞ്ഞൊരു ഉപമയാണിത്, ഒരു കഥയാണിത്. അതിന് ആന്തരിക അർത്ഥമാണുള്ളത്. ഇന്ന് വിശുദ്ധ കുർബാന എന്ന സ്വർഗീയ വിരുന്നിനേക്കാൾ വലുതായി നമ്മുടെ ജോലി സ്ഥലങ്ങളോ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളോ, നമ്മുടെ വ്യാപാര ഇടങ്ങളോ, നമ്മുടെ ചിന്താഗതികളോ, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളോ നമ്മൾ കാണുന്നുണ്ടോ, കരുതുന്നുണ്ടോ? ദൈവത്തെക്കാൾ, വിശുദ്ധ ബലിയേക്കാൾ വലുതാണ് നമ്മൾ ഈ ലോകത്തിൽ ഇടപെടുന്ന നമ്മുടെ ദൈനംദിന കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഈ രാജാവ് ക്ഷണിച്ചിട്ട് പോകാതിരുന്ന ആളുകളെ പോലെ അബദ്ധം കാണിക്കുകയാണ്. അതാണ് രാജാവ് ക്രൂദ്ധനായി ഈ ആളുകളെ മറ്റു ഭടന്മാരെ വിട്ട് കൊല്ലിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നു. അവരുടെ ജീവിതം ആ ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോകുന്നു. പക്ഷേ അവർക്ക് രാജാവിനോട് എന്നും സ്നേഹത്തിൽ, കൂട്ടായ്മയിലായിരിക്കാൻ വലിയ അവസരമുണ്ടായിരുന്നു, വളരാൻ അവസരമുണ്ടായിരുന്നു. അവരത് ചിന്താശൂന്യമായി നഷ്ടപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും ദൈവം ഓരോ ദിവസവും, ഓരോ ആഴ്ചയും ഈ സ്വർഗീയ വിരുന്ന്, പുത്രൻ്റെ ശരീരവും രക്തവും നൽകുന്ന വിശുദ്ധ കുർബാന എന്ന വിരുന്ന് വിളമ്പുമ്പോൾ നമ്മൾ അതിനേക്കാൾ പ്രാധാന്യത്തോടെ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നെങ്കിൽ അത് നമുക്ക് വളർച്ചയുണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യരായ മനുഷ്യരാണ് ഈ സ്വർഗീയ വിരുന്ന് ബോധപൂർവം വേണ്ടെന്ന് വെച്ച് മറ്റു കാര്യങ്ങൾക്ക് താല്പര്യപ്പെട്ടു പോകുന്നത്. നമുക്കങ്ങനെ ആവാതിരിക്കാം. ദൈവം നൽകുന്ന ആത്മീയ വിരുന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് അർഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ രാജാവിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാം. വിശുദ്ധ കുർബാന എന്ന സ്വർണ്ണ താക്കോലിലൂടെ ദൈവപിതാവിൻ്റെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ.